നിപ്പ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏവരും ഉറ്റുനോക്കുന്നതാണ് അതിന്റെ അപ്ഡേഷൻസ്. നിപ്പ സ്ഥിരീകരിച്ച് പാലക്കാട് സ്വദേശിനിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്ന സാഹചര്യമാണ്. യുവതിയുടെ ബന്ധുവായ ഒരു കുട്ടിക്ക് കൂടി പനി ബാധിച്ചിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമെന്നാണ് അവലോകന യോഗത്തിന് ശേഷം മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത്. പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിപ്പ ബാധിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഉള്ളത്. ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് രോഗി തുടരുന്നത്. ഈ വന്യമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അതല്ലാതെ മൃഗസംരക്ഷണ വകുപ്പ് അല്ലാതെയും ഉള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള സോഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ, പിന്നെ മൃഗങ്ങൾക്കിടയിൽ ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള അസാധാരണമായ കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പരിശോധിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള സഹകരിച്ചുള്ള പ്രവർത്തനമാണ് പാലക്കാട് നടത്തുന്നത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അജിത് ബാബു ചേരുന്നുണ്ട്. അജിത്ത്, വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് ഏത് ഘട്ടത്തിലാണെന്നുള്ളത് ആദ്യത്തെ കാര്യം. രണ്ടാമതായി വന്നാൽ, ഈ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്ന ആളുടെ അവസ്ഥ ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യമാണ്. ചികിത്സയോടൊക്കെ ഏത് വിധേനയാണ് യുവതി പ്രതികരിക്കുന്നത്? മാത്രമല്ല, ബന്ധുവായ ഒരു കുട്ടിക്ക് കൂടി പനി സ്ഥിരീകരിച്ച സാഹചര്യമുണ്ട്. ആ കുട്ടിയുടെ റിസൾട്ടൊക്കെ ഏത് സമയത്താണ് എത്തിച്ചേരുക? അത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ. സംഗീത സക്കറിയ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ യുവതിയുടെ 38 വയസ്സുള്ള യുവതിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതിൽ പ്രധാനമായും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ട് ഒന്നാം ഘട്ടമായി മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിരുന്നു. അതിൻ്റെ രണ്ടാം ഘട്ടം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതിന് ശേഷം രണ്ടാം ഘട്ടം ഇന്ന് മോണോക്ലോണൽ ആന്റിബോഡി നൽകുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് 12 മണിയോടുകൂടിയാണ് ആന്റിബോഡി നൽകുന്നത് പൂർത്തീകരിച്ചത്. ആരോഗ്യവകുപ്പ് വലിയ രീതിയിലുള്ള പരിശ്രമമാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും യുവതിയുടെ ആരോഗ്യനിലയുള്ളത്. കൃത്യമായ ചികിത്സ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും ഇന്ന് വ്യക്തമാക്കിയത്. അതിനോടൊപ്പം തന്നെ നിലവിലെ കണക്ക് പ്രകാരം 173 പേരാണ് പാലക്കാട് ജില്ലയിൽ പ്രാഥമികവും സെക്കൻഡറിയുമായിട്ടുള്ള സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 100 പേരുണ്ട്. അതിൽ 52 പേർ ഹൈ റിസ്ക് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതായത് വളരെ ക്ലോസ് ആയിട്ട് ഈ യുവതിയുമായിട്ട് സംസാരമോ അല്ലെങ്കിൽ കണക്ഷനോ ഉണ്ടായ ആളുകളാണ്. ഇത്തരത്തിൽ അങ്ങനെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 52 പേർ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഇവരെല്ലാം നിരീക്ഷിച്ച് വരികയാണ്. ഈ ഇത്തരത്തിൽ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ഒരാളെ കണ്ടെത്താനുണ്ട്. അതൊരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. ഇപ്പോൾ അദ്ദേഹം മലപ്പുറത്താണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഫോൺ ലൊക്കേഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ആണെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതായത് ഒരാളെ പോലും മിസ്സാവാതെ CCTV ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് എല്ലാവരെയും കണ്ടെത്തി അവരെ ഹോം ക്വാറന്റൈനിലാക്കുന്ന നടപടി ഉൾപ്പെടെ നടക്കുകയാണ്. നിലവിൽ 4 പേർക്കാണ് ഈ സമ്പർക്ക പട്ടികയിലുള്ളതിൽ പനി വന്നിട്ടുള്ളത്. അതിൽ ഒരാളുടെ ഫലം നെഗറ്റീവായിരുന്നു. ബാക്കി 3 പേർ പാലക്കാട് മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിൽ ചികിത്സയിലുള്ളത്. അവരുടെ 2 പേരുടെ ഫലം ഇന്ന് വരും. ഏതാണെങ്കിലും അതെല്ലാം കാത്തിരിക്കുകയാണ്. ഒരു പരിശോധനാ ഫലം ഇന്ന് അയച്ചിട്ടുണ്ട്. അത്തരത്തിൽ സജീവമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സംഗീത, ഇനി വളരെ പ്രധാനപ്പെട്ട അതിലൊരു കാര്യമുള്ളത്, ഈ നിപ്പയുമായി ബന്ധപ്പെട്ട് നിപ്പയുടെ ഒരു സ്വഭാവം ഏറ്റവും അത് ഹൈ റിസ്കിൽ നിൽക്കും. അതായത് ഏറ്റവും കൂടുതൽ തീവ്രമായി നിൽക്കുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ പടരുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുൻ അനുഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മാസം 1-ാം തീയതിയാണ് ഈ 38 വയസ്സുകാരിക്ക് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഈ തീവ്രമായ സ്വഭാവത്തിലേക്ക് നിപ്പ എത്തിയത്. അതുകൊണ്ട് ആ ദിവസത്തെ കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ ഈ ദിവസങ്ങളിലെ ടെസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ വ്യാപനം ഉണ്ടായോ എന്നറിയാൻ പ്രാധാന്യം അർഹിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്. അതാണെങ്കിലും വളരെ ഗൗരവത്തോടു കൂടി ജില്ലാ ഭരണകൂടം ഈ വ്യാപനം തടയാനും ഉള്ള മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും അവലോകന യോഗം ചേരുന്നുണ്ട്. ഇന്ന് മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത് ഈ അവലോകന യോഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഒരു ക്രോഡീകരിച്ചുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പാലക്കാട് നടക്കുന്നത്. സംഗീത സക്കറിയ. ശരി അജിത്ത്, എന്നാണെങ്കിലും ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പാലക്കാട് നിന്നും അജിത് ബാബുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.